ജരൻ എന്ന വേടനെ സ്വദേഹത്തോടുകൂടി ഭഗവാൻ നാരായണൻ വൈകുണ്ഠ പദത്തിലേക്ക് എത്തിച്ചു. തുടർന്ന് ധ്യാന ചിത്തനായി ഭഗവാൻ ആൽത്തറ ചുവട്ടിലിരിക്കുമ്പോൾ പ്രഭാതം മുതൽ ഭഗവാനെ അന്വേഷിച്ചു കാണാഞ്ഞ് വ്യാകുലചിത്തനായ വേദനിക്കുന്ന ഹൃദയത്തോടു കൂടിയവനായ ദാരുകൻ ഭഗവാന്റെ രഥത്തിലേക്ക് കൃഷ്ണ 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 എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാനെ അന്വേഷിച്ച് അവിടേക്ക് എത്തിച്ചേരുന്നു. ആൽത്തറ ചുവട്ടിൽ വസിക്കുന്ന ചതുർബാഹുരൂപിയായ ശ്യാമവർണ്ണനായ നാരായണനെ ദർശിച്ച ദാരുകൻ തേരിൽ നിന്ന് ശരവേഗത്തിലിറങ്ങിയ പാദപത്മങ്ങളിലേക്ക് പ്രണാമമർപ്പിക്കുന്നു. ദാരുകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഭഗവാന്റെ പാദപത്മങ്ങളിലേക്ക് പതിക്കുന്നു. ദാരുകൻ ഭഗവാനോട് ചോദിക്കുന്നു, മഹാപ്രഭു, അങ്ങ് എവിടെയായിരുന്നു? എത്രയോ നേരമായി ഞാൻ അങ്ങയെ അന്വേഷിക്കുന്നു. അങ്ങ് ഇല്ലാതായ ഓരോ നിമിഷവും, അങ്ങ് എന്നിൽ നിന്നകന്ന ഓരോ നിമിഷവും ഓരോ യുഗങ്ങളായാണ് ഈ ഉള്ളവന് അനുഭവവേദ്യമായത്. പ്രഭു, എന്തേ അങ്ങ് ഇവിടെ വന്നിരിക്കുവാനുള്ള കാരണം? അങ്ങയ്ക്കറിയില്ലേ, അങ്ങയില്ല എങ്കിൽ ഞാൻ അന്ധനാണ് മഹാപ്രഭു. കൂരിരുട്ടത്ത് ചന്ദ്രനില്ലാത്ത തലത്തിലേക്ക് ഈ ഉള്ളവൻ എത്തും. എന്റെ കണ്ണും കരളും കാഴ്ചയുമെല്ലാം അവിടെ നിന്നല്ലേ മഹാപ്രഭു എന്ന് പറയുമ്പോൾ തന്റെ പ്രിയ സാരഥിയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു, സൂത, ഭവാൻ ഉടൻ തന്നെ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകണം. അവിടെ എത്തി എൻ്റെ സ്വധാമപ്രാപ്തിയെ പറ്റിയുള്ള വിവരവും എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ബലഭദ്രസ്വാമിയുടെ സ്വധാമപ്രാപ്തി വിവരവും എൻ്റെ ധർമ്മപത്നിമാരെയും ഇതര ബന്ധുമിത്രാദികളെയും സമസ്ത ജനങ്ങളെയും അറിയിക്കണം. അതോടൊപ്പം ഏവരോടുമായി പറയണം, എന്നാൽ തെക്തമായ ദ്വാരകാപുരി ഉടൻ തന്നെ സമുദ്രത്താൽ ഗ്രസിക്കപ്പെടും. ആയതിനാൽ സുരക്ഷിതരായിരിക്കുവാൻ ബന്ധുമിത്രാദികൾ ഏവരും അർജുനനാൽ പരിപാലിക്കപ്പെടുന്ന ഹസ്തിനപുരിയിലേക്ക് യാത്രയാകണം. ഇല്ലെങ്കിൽ പ്രാണൻ തന്നെ അപകടത്തിലേക്കെത്തും. എന്റെ നിർദ്ദേശാനുസരണം പാർത്ഥൻ അവിടേക്ക് എത്തും. പാർത്ഥനോടൊപ്പം ഏവരും ഹസ്തിനപുരിയിലേക്ക് യാത്രയാവുക എന്ന അത്ഭുതകരവും സങ്കടദായകവുമായ വാക്ശ്രേണികൾ ഭഗവാനിൽ നിന്ന് ശ്രവിച്ചപ്പോൾ ഇടിവെട്ടേറ്റതുപോലെ നിന്ന് പരിതപിക്കുന്നു ദ്വാരുകൻ. ഭഗവാനേ, കൃഷ്ണ, നാരായണ, അങ്ങ് പോവുകയോ? സർവേശ്വര, കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി നിഴലുപോലെ അങ്ങയോടൊപ്പം നടന്ന് അങ്ങയുടെ പാദരേണുക്കളെ പിന്തുടരുവാനുള്ള അനുഗ്രഹം നൽകിയുവാൻ കൃപയുണ്ടാകണമേ, കരുണ കാട്ടണമേ. അങ്ങയില്ല എങ്കിൽ നിരർത്ഥകമായി തീരും ഭഗവാനെയുള്ളവന്റെ ജീവിതം. സർവേശ്വര, അടിയനെ സങ്കടക്കയത്തിലേക്ക് തള്ളിവിട്ട് കടന്നു പോകരുതേ. അവിടുത്തെ പാദങ്ങളിലേക്ക് അലിഞ്ഞു ചേരുവാൻ അടിയനെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ദാരുകനോട് സ്നേഹമശ്രണമായ രീതിയിൽ സാന്ത്വനത്തിന്റെ മറുതേൻ ചാലിച്ച് ഭക്തവത്സലനായ ഭഗവാൻ പറയുന്നു, അല്ലയോ സൂത, സമയം സമാഗമമായില്ല. ഓരോന്നിനും അതിൻ്റെതായ സമയക്രമങ്ങളുണ്ട്. നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ
അങ്ങ് എൻ്റെ പാദരേണുക്കളിൽ വന്ന് വിലയം പ്രാപിക്കും. എന്നാൽ ഇപ്പോൾ അതിനുള്ള സമയം സമാഗമമേ ആയില്ല. ആയതിനാൽ അങ്ങ് പുണ്യ തീർത്ഥ സ്നാനഘട്ടങ്ങൾ സഞ്ചരിച്ച് സുഹൃതത്തെ കരഗതമാക്കി മനസ്സിനെ പരിപൂർണമായി എന്നിൽ തന്നെ അർപ്പിച്ച് രാഗാദി അഭിമാനദ്വേഷങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് ശാന്തചിത്തനായി വർത്തിക്കൂ. തീർച്ചയായും അങ്ങ് എൻ്റെ പാദപത്മങ്ങളിൽ തന്നെ വിലയം പ്രാപിക്കും. യാതൊരു സംശയവും വേണ്ട. അങ്ങ് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള കർമ്മപഥയാത്ര എപ്പോൾ പൂർത്തീകരിക്കുന്നുവോ അപ്പോൾ തീർച്ചയായും അങ്ങയെ ഞാൻ എൻ്റെ അരികിലേക്ക് തന്നെ എത്തിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ ദ്വാരകനെ യാത്രയയക്കുന്നു. ഭഗവാന് പ്രദക്ഷിണം വെച്ച് നിറകണ്ണുകളോടുകൂടി വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി ദ്വാരകൻ ദ്വാരകയ്ക്ക് യാത്രയാകുമ്പോൾ ചൈതന്യസ്വരൂപനായ പരമ്പൊരുൾ സമസ്ത ലോകത്തിൻ്റെയും കാഴ്ചയായി കണ്ണായി വർത്തിച്ച ദേവദേവേശൻ തൻ്റെ ത്രിനേത്രങ്ങളെ അടയ്ക്കുന്നു. തൻ്റെ ഇരു കണ്ണുകളും അടച്ചു ഭഗവാൻ തൻ്റെ കണ്ണുകൾ അടച്ചപ്പോൾ അത്ഭുതാകാരവും അതിദിവ്യവുമായ ആ മനോഹരമായ ദൃശ്യം ദർശിക്കുന്നതിനായി അന്തരീക്ഷം നിറയെ ദേവന്മാരാൽ നിറയപ്പെട്ടു. അപ്സരസുകളും യക്ഷന്മാരും കിന്നരന്മാരും ഭഗവാന്റെ ദിവ്യമായ നാരായണ 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 എന്ന പവിത്രമായ നാലക്ഷരം അണമുറിയാതെ ഉറക്കെ ഉരുവിട്ടിടുന്നു. ഋഷിപ്രവരന്മാർ സൂക്തങ്ങളാലും നാമങ്ങളാലും ഭഗവാന്റെ ദിവ്യമായ നാമങ്ങളെ വർണ്ണിക്കുന്നു. തന്നിലേക്ക് തന്നെ തന്റെ പ്രാണനെ ലയിപ്പിച്ച ഭഗവാൻ യോഗികൾ ചെയ്യുന്ന രീതിയായ യോഗാഗ്നി കൊണ്ട് തന്റെ ദേഹത്തെ ഭസ്മീകരിക്കുവാൻ ശ്രമിക്കാതെ പ്രാണനെ പ്രാണനിലേക്ക് തന്നെ എടുത്തു പരബ്രഹ്മത്തിലേക്ക് ഭഗവാൻ ലയിപ്പിക്കുന്നു. സ്വദേഹത്തിൽ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ദേഹത്തെ ഉപേക്ഷിച്ച് ഭഗവാന്റെ ശിരസിലൂടെ ദിവ്യമായ ആ ചൈതന്യം ഒരു മിന്നൽ പിണർ കണക്കി അന്തരീക്ഷത്തിലേക്ക് വിലയം പ്രാപിക്കുന്ന അത്ഭുതകരവും അതിദിവ്യവുമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് അതിന് ദൃക്സാക്ഷികളായി നിന്ന സമസ്ത ദേവതകളും നാരായണ 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 എന്ന് ജപിക്കുന്നു. ആ ദിവ്യ അത്യത്ഭുതവുമായ പ്രഭാജാലം വിശ്വപ്രകൃതിയിലേക്ക് ലയിച്ചു ചേർന്നു. അനന്തതയിലേക്ക് വിലയം പ്രാപിച്ചു. ദിവ്യമായ ആ ചടങ്ങ് ദർശിച്ച സമസ്ത ദേവതകളും ആഹ്ലാദചിത്തരായി ഇനിയും ഇത്തരത്തിലുള്ള ഒരു അത്ഭുതകരമായ കാഴ്ച കാണുവാൻ കഴിയുമോ എന്ന ചിന്തയോടുകൂടി തങ്ങളുടേതായ സ്വധാമങ്ങളിലേക്ക് ഭഗവാൻ നാരായണന്റെ ദിവ്യമായ സ്വധാമത്തെ ദർശിച്ച് ദേവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും അപ്സരസുകളും ഋഷിപ്രവരന്മാരുമെല്ലാം തങ്ങളുടെ സ്വധാമത്തിലേക്ക് മടങ്ങി. എന്നാൽ അവിടെ നിന്നുയരുന്ന ഒരു നിലവിളി എന്റെയും പ്രിയമിത്രങ്ങളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കർണപുടങ്ങളിലേക്ക് എത്തുന്നതില്ലേ? കഴിഞ്ഞ 125 വർഷമായി താങ്ങായി തണലായി തന്നെ ധന്യയാക്കിയ, സാമീപ്യമായി സാന്ത്വനമായി തന്നെ ഉത്തമമായ തലത്തിലേക്ക് എത്തിച്ച ഭഗവാൻ നാരായണൻ തന്നെ ഏകയാക്കി കടന്നുപോയത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ പരിതപിക്കുന്ന ഒരു മാതൃഹൃദയത്തിന്റെ വിങ്ങലാണ് നമ്മുടെ കാതിലേക്ക് എത്തിയത്. ആ വിങ്ങലെത്തുവാനുള്ള കാരണം ഇനിയും ഈ ഭൂമിയിൽ നാരായണന്റെ അസാന്നിധ്യത്താൽ നടക്കുവാൻ പോകുന്ന അധർമ്മം എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന
നമ്മളുടെ ഏവരുടെയും മാതാവായ ഭൂമിദേവിയുടെ നിലവിളിയാണ് തീക്കനൽ കണക്കെ നമ്മുടെ കർണപുടങ്ങളിലേക്ക് എത്തപ്പെട്ടത്. സ്വത്തിനും സമ്പത്തിനും നിസാരമായ സുഖഭോഗങ്ങൾക്കും വേണ്ടി തൻ്റെ സന്തതികൾ മാതൃ പിതൃ പുത്ര പുത്രി സഹോദര സഹോദരി ഗുരു ശിഷ്യ ബന്ധങ്ങളെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് നിസാരമായ കാര്യങ്ങളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി നിണം ചീന്തുന്ന സംഘർഷവും സങ്കടകരവുമായ എത്രയേറെ അധർമ്മ പ്രവൃത്തികൾ ഞാനിനിയും കാണേണ്ടി വരും. എന്റെ ഹൃദയം സങ്കടത്താലും കുറ്റബോധത്താലും നീറുമ്പോൾ സാന്ത്വനമായി സമാധാനിപ്പിക്കുവാൻ ആരാ ഇനി ഇവിടെ ഉണ്ടാവുക? നാരായണ, അധർമ്മികളായ സന്തതികൾ ചെയ്യുന്ന അസാർണികമായ പ്രവൃത്തിയെ ദർശിച്ചുകൊണ്ട് ഈ ഉള്ളവൾ ദൃക്സാക്ഷിയായി ഇനിയും കഴിയേണ്ടി വരുമല്ലോ എന്ന ചിന്ത മൂലം സങ്കടക്കയത്തിലേക്കെത്തപ്പെട്ട ഭൂമിദേവിയുടെ നിലവിളിയാണ് നമ്മുടെ കാതിലേക്കെത്തിയത്. ഒരു പക്ഷേ വേദവ്യാസൻ ദർശിക്കാതിരുന്നതാവില്ല, കേൾക്കാതിരുന്നതുമാവില്ല. അമ്മ ഒരു പരിധിക്കപ്പുറത്തേക്ക് സങ്കടപ്പെടുമ്പോൾ സർവേശ്വരൻ എത്തും എന്ന ആ നാരായണ നിശ്ചയം കൃത്യമായി അംശാവതാരമായ വേദവ്യാസൻ അറിയാവുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ ഭാഗവതത്തിൽ അത് പറയാതിരുന്നു. ഏതായാലും ചൈതന്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സർവ ഐശ്വര്യത്തിൻ്റെയും സ്രോതസ്സായ സർവേശ്വരിയായ ഭൂമിദേവി നമ്മളുടെ ഏവരുടെയും പ്രവൃത്തിയാൽ ഇന്നിതാ ഈ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചിന്തിക്കൂ, പ്രാർത്ഥിക്കുവാനല്ലാതെ നമ്മൾക്കെന്തു കഴിയും?